ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാനില കുക്കീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വാനില കുക്കീസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഇനി ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഓയിലും ഗീയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്, അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഗീക്ക് പകരം ബട്ടർ എടുക്കരുത്, ഗീ തന്നെ എടുക്കണം. ഒരു ചെറിയൊരു ക്രീം പോലത്തെ ഒരു പരുവം വരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, സ്പൂണായാലും മതി. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ കുക്കീസിന് ആ കുക്കീസിൻ്റെ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള വാനില എസൻസ് പോലെയുള്ള അങ്ങനത്തെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ അത് ചേർക്കാം, സ്ട്രോബെറി വേണമെങ്കിൽ അത് ചേർക്കാം, പിസ്ത വേണമെങ്കിൽ അത് ചേർക്കാം, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഏത് എസൻസ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വാനില എസൻസ് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വാനില എസൻസ് കുറച്ച് കളർ കൂടിയിട്ടുള്ളതാണ്, അപ്പോൾ ആ ഒരു കളർ നമ്മുടെ ബിസ്ക്കറ്റിനും കിട്ടും. ഇനി നമുക്കിതിലായിട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുമ്പോൾ കുറേശ്ശെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരുമിച്ച് അങ്ങ് ചേർക്കരുത്. ആദ്യം കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് ബാക്കിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് മിക്സാക്കുന്ന സമയത്ത് കുറച്ച് മിക്സായി കിട്ടില്ല. പിന്നീട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ ഇപ്പം മിക്സായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് നെയ്യായാൽ അതിൻ്റെ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. അപ്പം കുറച്ച് മാത്രം നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വേണം ചെയ്യേണ്ടത്. അല്ലേ, ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ട, ഇതൊന്ന് മിക്സാക്കി ഇനി നമുക്കൊന്ന് റൗണ്ടാക്കി എടുക്കേണ്ട, അതിന് പറ്റില്ല, കാരണം പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി, അത്ര ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം ഒരുപാട് ചേർക്കല്ലേ, എന്നാൽ അതിൻ്റെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സാക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ചേർത്ത് ഞാൻ കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കണം പരുവം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ആ കുക്കീസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ മാവ്, അതൊന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് ബോൾ പരുവത്തിൽ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് പോലത്തെ ഒരു ഇത് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡെക്കറേഷനാണ്. ഇതേപോലെ ബാക്കിയും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് ഇത് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് അല്ലാതെയും ഗ്യാസ് സ്റ്റൗവിലും ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യും പോലെ ഒരു പാത്രം വെച്ച് അതിലും ബട്ടർ പേപ്പർ വെച്ച് ചെയ്തെടുത്താൽ മതി 20 മിനിറ്റ്. ഇപ്പോൾ ഇതായത് ഇവിടെ കുക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ, അപ്പോഴേ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോഴത് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.